പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ഹൈബി ഈഡൻ എംപിയുടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ. മാലിന്യ സംസ്കരണത്തിൽ ഹൈബി ഈഡൻ എംപി ഫണ്ടിൽ നിന്ന് ₹1 പോലും ചെലവഴിച്ചിട്ടില്ലെന്നാണ് ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ മറുപടികൾ വ്യക്തമാക്കുന്നത്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്നതായിരുന്നു ഹൈബി ഈഡന്റെ 2019 വാഗ്ദാനങ്ങളിലൊന്ന്. വീണ്ടും UDF സ്ഥാനാർത്ഥിയായി ഹൈബി അങ്കത്തട്ടിലുള്ളപ്പോൾ നടപ്പാകാത്ത ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉയർത്തുകയാണ് എതിർപക്ഷം. കൊച്ചിയിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മാലിന്യ പ്രശ്നമായിരുന്നു 2019 എല്ലാ മുന്നണികളും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാക്കിയത്. മാലിന്യ നീക്കത്തിലും സംസ്കരണത്തിലും കൊച്ചി കോർപ്പറേഷൻ ഭരിച്ച ഇടതു വലതു മുന്നണികൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മാലിന്യ പ്രശ്നത്തിനാണ് താൻ ഊന്നൽ നൽകിയെന്ന് ആവർത്തിച്ചിരുന്ന ഹൈബി ഈഡൻ എംപിയായ ശേഷം മാലിന്യ സംസ്കരണത്തിന് ₹1 പോലും ചെലവഴിച്ചില്ലെന്നാണ് വിവരാവകാശ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലഭിച്ച MP ഫണ്ടിലുള്ള പദ്ധതി വിവരങ്ങളിലാണ് മാലിന്യ സംസ്കരണത്തിന് തുകയൊന്നും മാറ്റിയില്ലെന്ന് വ്യക്തമാകുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീ ഹൈബിയുടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യം എന്ന നിലയിൽ മുന്നോട്ട് വെച്ചത് കൊച്ചി നഗരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയൊരു പദ്ധതി തയ്യാറാക്കും. എന്നാൽ ഈ 5 വർഷക്കാലങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പദ്ധതി പോലും ആസൂത്രണം ചെയ്യുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് MPയുടെ ഫണ്ട് ചിലവഴിച്ച രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാലിന്യ സംസ്കരണത്തിൽ കൊച്ചി മേയർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഹൈബി ഈഡൻ MP നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മേയർ അനിൽകുമാർ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. ആകെ MP ഫണ്ടായി ലഭിച്ച ₹17 കോടി രൂപയിൽ 35% മാത്രമാണ് ഹൈബി ഈഡൻ ചെലവഴിച്ചത്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന പദ്ധതികളൊന്നും ഇതുവരെ നടപ്പായിട്ടുമില്ല. ജനം, കൊച്ചി.